കഴിഞ്ഞ 45 വർഷത്തെ ഇടത് ഭരണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടായത് കോടികളുടെ നഷ്ടമാണ്. പ്രധാന വരുമാന സ്രോതസ്സായ കെട്ടിട നികുതി പിരിക്കുന്നതിൽ നഗരസഭയുടെ അലംഭാവം കോടികളുടെ നഷ്ടമാണ് വരുത്തിവെച്ചത്. സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പാളയം വാർഡിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കാനുള്ളത് 12.90 കോടി രൂപയാണ്. കൃത്യസമയത്ത് നികുതി പിരിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലെന്നും ആക്ഷേപമുണ്ട്. ഇടത് ഭരണകാലത്ത് തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസമിതി നടത്തിയ ക്രമക്കേടുകളാണ് പുറത്തു വരുന്നത്. നഗരസഭാ ഭരണത്തിൽ ഗുരുതര വീഴ്ച ഭരണസമിതിക്ക് സംഭവിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യഥാസമയങ്ങളിൽ നികുതി പിരിക്കാത്തത് മൂലം കോടികളുടെ വരുമാന നഷ്ടമാണ് നഗരസഭയ്ക്കുണ്ടായത്. നിലവിലെ കണക്കുകൾ പ്രകാരം 107 കോടി രൂപ പിരിച്ചെടുക്കാനുള്ളതായാണ് വിവരം. കൂടുതൽ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പാളയം വാർഡിൽ നിന്ന് മാത്രം 12.90 കോടി രൂപയാണ് പിരിച്ചെടുക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കാനുള്ളത് 10 വാർഡുകളിലായാണ്. ഈ വാർഡുകളിലെ 3088 കെട്ടിടങ്ങളിൽ നിന്നായി 37 കോടി 87 ലക്ഷം രൂപയാണ് നഗരസഭയ്ക്ക് കുടിശ്ശിക കിട്ടാനുള്ളത്. കൂടാതെ 30ഓളം വാർഡുകളിലായി അനധികൃത ഹോട്ടലുകൾ, റിസോർട്ടുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, മറ്റ് കെട്ടിടങ്ങൾ എന്നിവിടെ നിന്നെല്ലാം ഭീമമായ തുക നഗരസഭയ്ക്ക് ലഭിക്കാനുണ്ട്. ഏകദേശം 69 കോടി 9 ലക്ഷത്തിലധികം രൂപ വരും ഈ ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കാനുള്ളത്. നഗരസഭാ അധികൃതരുടെയും മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെയും കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലമാണ് കോടികളുടെ സാമ്പത്തിക നഷ്ടം നഗരസഭയ്ക്ക് ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. നികുതി ഇടപാടുകൾ കൃത്യമല്ലാത്തതിന് കാരണം രാഷ്ട്രീയ ഇടപെടലെന്നും ആക്ഷേപമുണ്ട്. ഇടത് അനുകൂലികൾക്ക് നികുതി പിരിക്കാതെ വിട്ടുവീഴ്ചകൾ നൽകിയതാകാം എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.